സിനിമയുടെ നക്ഷത്രലോകത്ത് നിറവോടെ നിന്ന ഒരാൾക്ക് ഇപ്പോൾ സിനിമയുടേതായ ഒരു സഹായവുമില്ല. സിനിമാ സംഘടനയായ അമ്മയുടെ കൈനീട്ടം ഒരുപാട് പേർക്ക് കിട്ടുമ്പോൾ ഇവർക്കത് കിട്ടാതെ പോകുന്നു. വാർദ്ധക്യത്തിന്റെ വയ്യായ്മകളിലും ജീവിതത്തിന്റെ ഇല്ലായ്മകളിലും താൻ പ്രവർത്തിച്ച മേഖലകളിൽ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ഈ കലാകാരി പ്രതീക്ഷിക്കുന്നു. കുറേ പൈസ കൊടുത്താലേ അമ്മയിലെ ഒരു മെമ്പർഷിപ്പ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം. അതുകൊണ്ടാണ് ഒന്നും കിട്ടിയിട്ടില്ല. കലാരംഗത്തെന്ന് പറയുന്നത് ശരിക്കും ഞാൻ 7 വയസ്സായപ്പോൾ ഡാൻസ് തുടങ്ങിയാണ്. ഇപ്പോൾ 70 വയസ്സാകുന്നു. ഞാൻ ഇന്നും ഇതുകൊണ്ട് കിടക്കുക. ഇതുകൊണ്ട് കിടക്കുക. ആരുടെയും മുൻപിൽ അവശത കാണിക്കുന്നത്. ഞാൻ അവശ കലാകാരിയാണ്, പക്ഷെ കാണിക്കുന്നില്ല. കാണിക്കാതെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നു. പിന്നെ ഈയിടെയായിട്ട് കാലിന് സ്വല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിന് ഇങ്ങനെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കും. നൃത്തത്തെ ഉപാസിച്ച കലാകാരിക്ക് ജീവിത പങ്കാളിയായി കിട്ടിയത് നൃത്തവേദിയിലെ അതുല്യനായ കലാകാരനെയാണ്, ഷാഡോ ഗോപിനാഥിനെ. സ്നേഹബഹുമാനങ്ങൾ പരസ്പരം പങ്കിട്ട സന്തോഷപൂർണമായ കുടുംബജീവിതമായിരുന്നു ഇവരുടേത്. ആ ദാമ്പത്യ വലരിയിൽ 4 മക്കൾ. മൂത്ത മകൾ സംഗീത മേനോൻ, രണ്ടാമത്തെ മകൾ സവിത മേനോൻ, മൂന്നാമത്തെ മകൾ സന്ധ്യ മേനോൻ, ഭർത്താവ് രമേശ് നായർ. 2 മക്കൾ. ഒരു മകൻ, മൂത്ത മകൻ ആലപ്പുഴയിൽ നിന്ന് പഠിക്കുന്നു. അപ്പം തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷവനും ഗോവിന്ദ മാസ്റ്റർ ശിഷ്യനാണ്. മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ അനിയന്മാരെല്ലാം വന്നു. വലിയായിട്ട് അങ്ങനെയൊന്നും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ വന്നു. എൻ്റെ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചു. കുഞ്ഞമ്മ വീടൊക്കെ ചെന്ന് കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ടാക്കാൻ അറിവിൽ ചേർക്കാൻ ചെന്നപ്പം വീടൊക്കെ വലിയ ഫാമിലിയൊക്കെ അല്ലേ. കുഞ്ഞമ്മയ്ക്ക് താല്പര്യമായിരുന്നു, എല്ലാവർക്കും താല്പര്യമായിരുന്നു. പിന്നെ ജാതകം കൊണ്ടുവന്നപ്പോഴാണ് പ്രായവ്യത്യാസം ഇച്ചിരി അറിയുന്നത്. പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. അങ്ങ് പിന്നെ എൻ്റെ മനസ്സിനകത്ത് എനിക്ക് നേവിയിലൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്ന് കല്യാണം ആലോചിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചതെന്നറിയോ, എൻ്റെ ഡാൻസ് കളയണ്ട, ഒരു ഉദ്യോഗസ്ഥൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയി പോയി. ഇതാണെങ്കിൽ അദ്ദേഹം ഈ ഡാൻസ് എന്ന് പറഞ്ഞ് ജീവൻ കളയും. അങ്ങനെ ഞാൻ അതിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമായിട്ട് നിന്നത്. അങ്ങനെ 4 മക്കൾ. ഞാൻ പഠിപ്പിച്ച ഒരു ലെവലാകുമ്പം പിന്നെ മൂത്ത മോടെ കല്യാണം. ആ ലെവലിൽ നിന്ന് അങ്ങ് വളരെ താഴെ വരുമ്പം പിന്നെയും ഒരു ലെവലായി വരുമ്പോൾ രണ്ടാമത്തെ മോടെ കല്യാണം. അവിടെ നിന്നും വന്ന് മൂന്നാമത്തെ മോടെ കല്യാണം. ആ 3 പെൺമക്കളും ഒരു തെറ്റില്ലാതെ അവർ ജീവിക്കുന്നു. ഞാൻ ചെന്നാൽ അവരെന്നെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ആ വീട്ടുകാരും മരുമോനും ഒക്കെ. ഒരു കലാകാരി എന്ന നിലയിൽ കലാലോകത്തിന്റെ സ്നേഹബഹുമാനങ്ങൾ ഏറെ നേടിയ ഇവർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ വീടോ ഇല്ല. തലചായ്ക്കാൻ ഒരു വീടുണ്ടാകണമെന്നാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ മോഹം. സ്വപ്നം സഫലമാക്കാൻ അർഹമായ ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ പലതുമായി അലയുകയാണ് ഈ കലാകാരി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെൻഷന് മരിച്ചുടനെ ഞാനങ്ങ് പോയില്ലേ, എനിക്ക് ആ പെൻഷൻ ഇതുവരെ കിട്ടിയില്ല. മനസ്സിലായോ? അപ്പോൾ മോൻ പറഞ്ഞു, അമ്മയെ ഞാനങ്ങ് കൊണ്ടുപോകാം, അമ്മ ഇതിൻ്റെ പുറകെ ഒന്നും നടക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയില്ലേ. പിന്നെ അവിടുത്തെ രാജകീയമായ ജീവിതമൊക്കെ വന്നപ്പോൾ പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പം, എൻ്റെ മോൻ പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ പേപ്പറുകളൊക്കെ 10 കൊല്ലമായിട്ടുള്ള പേപ്പറുകളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ 1 വർഷവും 4 മാസവുമായി AGC ഓഫീസ് ട്രിവാൻഡ്രം, കാക്കനാട് DD ഓഫീസ് തൃപ്പൂണിത്തുറ, എറണാകുളം, ബാങ്കിൽ നിന്ന് SPT മേടിച്ച് ഇവിടെ എല്ലായിട്ട് നടക്കുക. ഇപ്പോൾ ഏകദേശം പേപ്പറെല്ലാം ശരിയായി എന്ന് ഇപ്പോൾ അവിടുന്ന് ഫോൺ വന്നു. അപ്പോൾ ഫോൺ വന്നാലേ എനിക്കിപ്പോൾ അപേക്ഷിച്ച് എത്രയും കിട്ടും. 10 കൊല്ലത്തെ ഒരുമിച്ചല്ല, ഞാൻ വന്നതിന് ശേഷം അപേക്ഷിച്ചതല്ല എനിക്ക് കിട്ടും. 10 കൊല്ലത്തെ അതിന് ശേഷം എനിക്ക് ഇനി ആരെങ്കിലും മന്ത്രിമാരെ ആരെ കണ്ടാലാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. കിട്ടിയാൽ എവിടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി മേടിക്കാനൊക്കെ എനിക്ക് സാധിക്കും. ഈ ജീവിത സായാഹ്നത്തിലും കലയെ കൈവിട്ട് കളയാൻ ഇവർ തയ്യാറല്ല. പക്ഷേ പ്രായത്തിന്റെ തളർച്ചയും കിതപ്പും മറച്ചു പിടിച്ച് നാടൊട്ടുക്ക് ഓടി നടന്ന് നൃത്തം പഠിപ്പിക്കുമ്പോഴും ഇത്തിരി വിശ്രമം ഈ അമ്മ മനസ്സ് ആഗ്രഹിക്കാതെ വരുമോ? ഇത്തിരി നേരം ഇളവേൽക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. ഇന്നത്തെ കലാലോകത്ത് തന്നെ കാണാനും കേൾക്കാനും ആരെങ്കിലും ഉണ്ടാകണമെന്ന് ഈ അമ്മ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ആരോടും പരാതി പറയുന്നില്ല. എന്നെ തുണച്ചത് ഇപ്പോഴും നൃത്തമാണ്. ആ നൃത്തം പഠിപ്പിക്കുന്നു. പണ്ടത്തെ പോലെ ഓടി നടക്കാൻ ഒക്കെ ഇല്ലെങ്കിലും പഠിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഓരോ കൊല്ലം കഴിയുന്തോറും ഈ യാത്രയൊക്കെ നിർത്തണമെന്നാണ് ഞാൻ ട്രിവാൻഡ്രത്തെ ക്ലാസ്സൊക്കെ നിർത്തിയാൽ എന്താ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിർത്തണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? മാസം പെർമനൻ്റായിട്ടൊരു വരവ് എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? എന്തെങ്കിലും കിട്ടാതെ എനിക്ക് പറ്റില്ല.